ഈ കഴിഞ്ഞ ജൂലൈ 1 ഒരു ഗ്രാമത്തിലൊരു പള്ളിയിൽ, ചെറിയ പള്ളിയാണ്, അവിടെ ഒരു കുർബാനയ്ക്ക് പോയി. വൈകുന്നേരമാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഓഫീസ് റൂമിൽ ഒരാളിരുന്ന് CCTV ഫുട്ടേജ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചും പറഞ്ഞു, ഇയാളുടെ അമ്മച്ചിയുടെ അടിയന്തരം ഉണ്ടായിരുന്നു പള്ളിയിൽ. അതിനുശേഷം ഹോളിൽ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ ഇയാളൊരു പുതിയ കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട കാണാതെ പോയി. ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. കുട ആരെടുത്തുകൊണ്ട് പോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കുടക്ക് വേണ്ടിയാണ്. അപ്പോൾ വിചാരിച്ചും പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു, ഒരു കുടയല്ലേ ഏട്ടാ, വിട്ടുകളയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, അച്ഛാ, ഒരു കുടയുടെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ഒരു പരിപാടി നടത്തി ഇത്രയും പേർക്ക് എൻ്റെ ചിലവിൽ ഭക്ഷണം കൊടുത്തിട്ട് എൻ്റെ തന്നെ കുട എടുത്തുകൊണ്ട് പോയെങ്കിലേ, അത് ഇന്ന് മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ്, ഒരാവശ്യമില്ല കുട എടുക്കണ്ട. ആ കുട എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ കുട എടുത്ത് ആരാന്ന് എനിക്കറിയണം. ഞാൻ ആരോട് ചോദിക്കാനൊന്നും പോകണമെന്നില്ല, പക്ഷെ എനിക്കറിയണത് ആരും എടുത്തുകൊണ്ട് പോയെന്ന്. ഞാൻ കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിവേൽക്കാൻ പോകുന്നൊരു ബന്ധത്തിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അടിയന്തരത്തിന് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തോടൊപ്പം ഒരു കുടയും കൂടെ സമ്മാനമായി കൊടുത്തു എന്ന് ഈ മനുഷ്യൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യന് എന്നേ വീട്ടിലെത്താമായിരുന്നു. അതൊട്ടും ഭാരമില്ലാതെ. പള്ളിയിൽ കുർബാനയ്ക്ക് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതുതായി വാങ്ങിയ ചെരുപ്പ് നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ കേൾക്കാറുണ്ട്. അവരും ഈ CCTV ഫുട്ടേജ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ദ ഗോസ്പൽ ഈശോ പറയുന്നു, ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക.